F-35 പറന്ന് തന്നെ പോയി, കെട്ടിവലിക്കേണ്ടിയൊന്നും വന്നില്ല. സത്യത്തിൽ ബ്രിട്ടൻ ഇന്ത്യയിൽ വന്ന് പണി വാങ്ങിയിട്ട് പോയി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അത് ചെറിയ പണിയല്ല. ഒരു മാസവും ഒരു 6 ദിവസം, 6 അല്ല, ഒരു മാസം കൃത്യം പറഞ്ഞാൽ കഴിഞ്ഞ 14-ാം തീയതി, ഈ 14-ആകുമ്പോൾ ഒരു മാസം, ഇന്ന് 22, അപ്പോൾ 6, 8, ഒരു മാസം 8 ദിവസം അല്ലേ? അപ്പോൾ ഒരു മാസം 8 ദിവസം നീണ്ട പണിയാണ് കഴിഞ്ഞത്. ചെറിയ പണിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയോട് നന്ദി പറയുന്ന ഒരു ഘട്ടമാണ് UK. മറ്റേ പുലിവാൽ കല്യാണത്തിൻ്റെ നമ്മുടെ സലീം കൗർ പറയില്ലേ, കേരള ഫയർഫോഴ്സിനും നാട്ടുകാർക്കും എന്ന് പറയുന്ന പോലെ. നല്ല രസമുണ്ടല്ലേ അത്, അതിൻ്റെ അത് കൊണ്ടിട്ടിട്ട് എല്ലി കച്ചെടുത്തോണ്ട് പോയി. അതായത് ഇപ്പോൾ UK അധികൃതർ, അതായത് ബ്രിട്ടീഷ് സൈന്യം, അവർ ഇന്ത്യയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇന്ത്യൻ സർക്കാർ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം, എയർഫോഴ്സ്, എയർപോർട്ട് അതോറിറ്റി, മറ്റേ അദാനി അടക്കമുള്ള എല്ലാവർക്കും അവർ നന്ദി പറയുന്നു. ഇന്ത്യയും UKയുമായിട്ടുള്ള സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ സഹകരണങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇവിടെ ഉണ്ടായത്. എല്ലാവർക്കും നന്ദി. തുടർന്നും നമുക്ക് ഈ സഹകരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. തുടർന്നും എന്ന് പറയുന്നതിലാണ് ഇനി ആശങ്ക. ഇനിയും വരുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഒരു വിധത്തിലാണ് ഇവിടുന്ന് പറഞ്ഞത് ഞങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് വരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കേട്ടോ. കാര്യം ഇന്ത്യയും UKയുമായിട്ട് സൈനിക അഭ്യാസങ്ങൾ നിരന്തരമായിട്ട് നടത്തുന്നതാണ്. ഇതേപോലൊരു സാഹചര്യം ഉണ്ടായാലും ഇനിയും ഇങ്ങോട്ട് വരാൻ സ്വാഗതം. നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടുമല്ലോ. അതായത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ പാർക്കിംഗ് ഫീസും അതേപോലെ തന്നെ അവിടുത്തെ ഹാങ്ങർ അറ്റകുറ്റപ്പണിക്ക് കൊടുത്ത വകയിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഇന്ത്യ അല്ലെങ്കിൽ എയർപോർട്ട് അധികൃതർ ആ തുക വാങ്ങില്ല എന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. പക്ഷേ അവർ കൊടുക്കാൻ തയ്യാറാണ്, നമ്മൾ വാങ്ങാനും തയ്യാറാണ്. അതുകൊണ്ട് ആ തുകയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ F-35നെ സംബന്ധിച്ച് ഈ ഒരു മാസവും 8 ദിവസവും നീളുന്ന ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. ഈ വനവാസത്തിനൊക്കെ പോയെന്ന് പറഞ്ഞതുപോലെയായിരുന്നു കാര്യങ്ങൾ. അവരുടെ വളരെ തന്ത്രപ്രധാനമായ ഒരു വിമാനം ഇന്ത്യയെ പോലൊരു രാജ്യത്ത് കൊണ്ടുവന്ന്, അതായത് നിലവിൽ ഇന്ത്യക്ക് ആ വിമാനം ഇല്ല, അപ്പോൾ ആ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടുക, അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവർ പെടാപ്പാട് പെടുക. വന്നിറങ്ങിയ ഉടനെ തന്നെ പൈലറ്റ് ഒരു കസേരയിട്ട് അതിന് കാവലിരിക്കുക. പിന്നീട് അത് ഹാങ്ങറിലോട്ട് മാറ്റാമെന്ന് പറയുമ്പോൾ അതിന് വിസമ്മതിക്കുക. അവരുടെ തന്നെ നിരീക്ഷണത്തിൽ, അതായത് സാറ്റലൈറ്റ് നിരീക്ഷണത്തിൽ ആ വിമാനം വെക്കുക. ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മളെല്ലാം കരുതി ഇതെന്തോ വലിയ സംഭവമാണ്. പിന്നീട് വന്ന വാർത്തകൾ, ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ F-35നോട് തികഞ്ഞ പുച്ഛമാണ് തോന്നിയത്. കാരണം ഈ കൊട്ടിഘോഷിക്കുന്ന പ്രത്യേകതകളൊന്നും ആ വിമാനത്തിനില്ല, അവകാശപ്പെടുന്നതൊന്നും അതിൻ്റെ പ്രകടനത്തിനില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ F-35 അതിൻ്റെ ഈ പറയുന്ന ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റി, അതിനെക്കുറിച്ചാണ് ആദ്യം സംശയം വന്നത്. കാരണം അത് ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ തന്നെ റഡാറിൽ പെടാത്ത വിമാനങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇന്ത്യയുടെ റഡാറിൽ അത് പെട്ടു. അതെങ്ങനെ പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല. അപ്പോൾ ഇന്ത്യയുടെ റഡാറിൽ പെട്ടെങ്കിൽ അതിൻ്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. പിന്നീട് ഇപ്പോൾ അമേരിക്കൻ നിർമ്മിതമാണ് ഈ വിമാനം, ലോക്ഹീഡ് മാർട്ടിൻ, അതാണ് ആ വിമാന കമ്പനിയുടെ പേര്. ഈ ലോക്ഹീഡ് മാർട്ടിനെ കുറിച്ച് വ്യാപകമായ പരാതിയാണ് മറ്റ് രാജ്യങ്ങളും. ഇപ്പോൾ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ഇതിനോടകം വിമാനം കൈമാറിയ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കെല്ലാം വ്യാപക പരാതിയാണ് ഈ F-35നെ കുറിച്ച്. ഏറ്റവും പ്രശ്നം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൃത്യമായി നടക്കുന്നില്ല. ഇതിൻ്റെ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അതായത് ഓരോ കാലഘട്ടങ്ങളിൽ അതിന് പരിഷ്കരണം വരുത്തണമല്ലോ, അത് കൃത്യമായിട്ട് നടക്കുന്നില്ല. എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അത് പരിഹരിക്കാൻ പറ്റിയ വിദഗ്ധ എഞ്ചിനീയർമാരെ കിട്ടുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഈ F-35 അവകാശപ്പെടുന്ന പ്രത്യേകതകൾ അതിന് ചെയ്ത് കാണിക്കണമെങ്കിൽ അതുമായി ബന്ധിപ്പിക്കേണ്ട ആയുധങ്ങൾ വേണം. പക്ഷെ ആയുധങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ നിരവധിയായ പരാതികൾ വന്നു. ഏറ്റവും ആദ്യം ഇതിനെ സംശയനിഴലിലൂടെ കണ്ടത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക, അതായത് അവരുടെ ഈ പരിശീലന പറക്കലിലും സൈനിക അഭ്യാസങ്ങളിലും ഈ F-35 ഉപയോഗിച്ചിട്ട് അവർ കണ്ടെത്തിയ പ്രകടന മികവ് 51.5% മാത്രമാണ്. അവർ പ്രതീക്ഷിക്കുന്നത് 75 മുതൽ 80% വരെയാണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഒരു ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ ഈ വിമാനത്തിന് നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇതൊരു യഥാർത്ഥ യുദ്ധമുന്നണിയിൽ എങ്ങനെ ഇത് പ്രതികരിക്കും എന്നുള്ളത് ഇസ്രയേൽ ഇറാനിൽ ചെന്നപ്പോൾ അത് ബോധ്യമാവുകയും ചെയ്തു. മൊത്തത്തിൽ വലിയൊരു നിരാശയാണ് ഈ F-35നെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഉണ്ടായത്. സമാനമായ മനോഭാവം തന്നെയാണ് ജർമ്മനിക്കും. അവർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഈ വിമാനം വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ജർമ്മനി ഒരു സുപ്രധാന തീരുമാനമെടുത്തത്.
അവരുടെ ഒരു പഴയ ഒരു വിമാന വ്യൂഹം ഉണ്ടായിരുന്നു. 85 വിമാനങ്ങളാണ് ആ വ്യൂഹത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം F-35 ഉപയോഗിക്കാനാണ് അവർ പദ്ധതി ഇട്ടത്. 35 എണ്ണം ഇതിനോടകം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിമാനങ്ങൾ ഏതാണ്ട് 50ഓളം വിമാനങ്ങൾ കൂടി അവർക്ക് വേണമായിരുന്നു. അവരിത് വേണ്ടാന്ന് വെച്ചേക്കുകയാണ്. F-35 വേണ്ട. ഇതേപോലെ തന്നെ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡാണ് ഏറ്റവും കൂടുതൽ F-35 രംഗത്ത് വന്നേക്കുന്നത്. സ്വിറ്റ്സർലാൻഡിൻ്റെ ആക്ഷേപം ഇതിൻ്റെ വിലയെ സംബന്ധിച്ചാണ്. പറഞ്ഞുറപ്പിച്ച വിലയല്ല. കാര്യം അവർക്കും ഈ സമയത്ത് സാധനം കിട്ടാത്ത, അവർ 36 എണ്ണത്തിനാണ് ഓർഡർ കൊടുത്തിരുന്നത്. അവർക്കും ഈ സമയത്തിന് സാധനം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ സാധനം കൊടുക്കുക, അതായത് വിമാനങ്ങൾ കൊടുക്കാമെന്നായപ്പോൾ വിലയും കൂടി. അപ്പോൾ അന്നത്തെ വിലയല്ല ഇന്നത്തെ വില എന്നുള്ള ന്യായമാണ് F-35 അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത്. പക്ഷേ സ്വിറ്റ്സർലാൻഡ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ അവസരം മുതലാക്കി ഫ്രാൻസ് രംഗത്ത് വരുന്നുണ്ട്. അവരുടെ റഫേൽ യുദ്ധം F-35 ഇങ്ങനെ കുറേ കുഴപ്പങ്ങളുണ്ടെന്ന് അവർ തന്നെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ F-35 പകരം, അതായത് അമേരിക്കൻ ബ്രാൻഡിന് പകരം യൂറോപ്യൻ ബ്രാൻഡായ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കൂ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചാരണം. അവർ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയുടെ ആയുധ വിൽപ്പനയ്ക്ക് എതിരെ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിഴൽ യുദ്ധം പോലെയാണ് ഇപ്പോൾ ഫ്രാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ അവസരം മുതലാക്കി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അതേപോലെ തന്നെ ഈ റഫേൽ വിമാനങ്ങളും പരമാവധി വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാരണഭൂതൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ഈ വിമാനമാണ്. മൊത്തത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിരോധ സാമഗ്രികളെ സംശയ നിഴലിലാക്കാൻ കാരണക്കാരൻ F-35 ആണ്. എന്തുകൊണ്ട് ഈ വിമാനം ഇത്ര കാലം ഇവിടെ കിടന്നു? ചെറിയ തകരാറൊക്കെ ആണെങ്കിൽ നമുക്ക് പരിഹരിച്ചു കൂടായിരുന്നു. അപ്പോൾ ഈ ഗുരുതര തകരാറുകൾ സംഭവിക്കുന്ന ഒരു വിമാനമാണ് ഇത് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ. അത് ഏറെക്കുറെ ശരിയുമാണ്. കാരണം പല രാജ്യങ്ങളും വാങ്ങിയ F-35 വിമാനങ്ങൾക്കൊക്കെ ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പല ഈ വിമാനങ്ങൾ വാങ്ങിയ പല രാജ്യങ്ങൾക്കും 1 2 വിമാനങ്ങൾ ഇതിനോടകം നഷ്ടമായിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ സാങ്കേതിക തകരാറാണ്. അതിൻ്റെ പ്രധാന പ്രശ്നം അതിസങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ മനുഷ്യനെ കൊണ്ട് സാധാരണ വിമാന എഞ്ചിനീയർമാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ ലോക്ഹീഡ് മാർട്ടിൻ്റെ തന്നെ വിദഗ്ധ എഞ്ചിനീയർമാർക്ക് നേരിട്ട് വന്ന് പരിഹരിക്കേണ്ട തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുഴപ്പങ്ങളാണ് പല വിമാനങ്ങൾക്കും ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അവർക്ക് പല വിമാനങ്ങളും ഓരോ രാജ്യങ്ങൾക്ക് സമയത്ത് കൊടുക്കാൻ പറ്റാത്തതും. കാര്യം ഈ അറ്റകുറ്റപ്പണി പൂർണ്ണമായും അല്ലെങ്കിൽ അത് പൂർണ്ണമായും സജ്ജമായ വിമാനങ്ങൾ മാത്രമല്ലേ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഡിലേ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ ഈ F-35 വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഒരു ടെക്നിക്കൽ ബ്ലണ്ടറാണ്, ഒരു സാങ്കേതികപരമായിട്ടുള്ള വലിയ അബദ്ധമാണ് എന്നുള്ളതാണ്. എന്തായാലും തൽക്കാലം ഇപ്പോൾ ഇന്ത്യയിൽ ആ വിമാനം വന്നിറങ്ങി. ഇന്ത്യക്ക് 5ാം തലമുറ വിമാനങ്ങൾ വേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഒരു കാരണവശാലും F-35 വാങ്ങണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇവിടുത്തെ പ്രതിരോധ വിദഗ്ധർ ഇവിടുത്തെ ഡിഫൻസ് മിനിസ്ട്രിക്ക് കൊടുത്തേക്കുന്നത്. പകരം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ സ്വന്തം നിലയിൽ 5ാം തലമുറ വിമാനങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ F-35 നമ്മളെ സംബന്ധിച്ച് ഒരു പാഠമാണ്, നമ്മുടെ മുമ്പിൽ കണ്ട ഒരു പാഠമാണ്. അതായത് പൈസ മാത്രം കൊടുത്താൽ പോരാ, പൈസയ്ക്കുള്ള മുതലും ഉണ്ടാകണമെന്നുള്ളത്.